സജസിൽ എക്സ്ക്ലൂസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. നാട്ടിലറിയാമല്ലോ, നാട്ടിലായാലും ദുബായിലായാലും സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ്, ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു കോട്ടണിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന്. പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പ്യുവർ കോട്ടൺ, 100% പ്യുവർ കോട്ടണിൽ ഒരു ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അകത്ത് ഞാനൊരു സ്ലിപ്പായിട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എ ലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, പ്യുവർ കോട്ടണിലാണ്. സോ അതിന്റെ പുറത്തൊരു ജാക്കറ്റ്, ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് വേറെ ഡ്രസ്സസിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെ ഒരു ഇന്നർ ജാക്കറ്റ് ചെയ്തു. ആൻഡ് സ്ലീവിൽ ഒരു ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തു. ഇവിടെ നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബസ്റ്റ് ഏരിയയുടെ താഴെയായിട്ട് ജസ്റ്റ് അവിടെയും നമുക്ക് ആ ഒരു ലൂപ്പ് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് ലൂസാക്കിയും ടൈ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റ്, ഞാൻ കുറെ ദിവസമായല്ലോ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ചെയ്തിട്ട്, നമുക്ക് ഇന്നൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്താലോ? ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതിന് ശേഷം കുറേ പ്രാവശ്യം കണ്ട് ഭയങ്കര അടിപൊളി കെ ബ്യൂട്ടിയുടെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഐ തോട്ട് ലൈക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാന്ന്. കെ ബ്യൂട്ടിയുടെ ഫാൽഗുനി ഷെയ്ൻ പീകോക്ക് എന്ന് പറയുന്ന ലിമിറ്റഡ് എഡിഷൻ ആണ്. സോ ലിമിറ്റഡ് എഡിഷൻ എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ലിമിറ്റഡ് എഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡിന്റെയും ഓരോ പ്രോഡക്ട്സ് ഏറ്റവും അവരുടെ ലൈക്ക് അവര് കുറച്ച് മാത്രം ഒരു പ്രോഡക്റ്റ് കുറച്ച് മാത്രമേ അവര് മാനുഫാക്ചർ ചെയ്യത്തുള്ളൂ. അത് നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഈ ഒരു ലിമിറ്റഡ് എഡിഷനായി ഇറക്കുന്ന പ്രോഡക്ട്സ് എല്ലാം കുറച്ച് എന്താ പറയാ ഭയങ്കര നല്ല പ്രോഡക്ട്സ് ആയിരിക്കും. എല്ലാം നല്ലതാവണമെന്നില്ല. ആ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചൊരു ബെറ്റർ വേർഷൻ ആയിരിക്കും അവരതിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവുക, അതിന്റെ പാക്കിങ്ങിൽ, അതിന്റെ ക്വാളിറ്റിയിലൊക്കെ. പിന്നെ ഈ ലിമിറ്റഡ് എഡിഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടണം എന്നില്ല. അതാണ് ലിമിറ്റഡ് എഡിഷന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഈ ലിമിറ്റഡ് എഡിഷനിലുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാനും കെ ബ്യൂട്ടിയുടെ ഫാൽഗുനി ഷെയ്ൻ പീകോക്ക് ലിമിറ്റഡ് എഡിഷൻ സെലസ്റ്റിയൽ ന്യൂർ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി ഞാൻ എപ്പോഴും കുറച്ച് ബ്രിക്ക് ഷെയ്ഡ്സോ റെഡ് അങ്ങനെയുള്ള കളേഴ്സ് ആണ് ട്രൈ ചെയ്യാറ്. ബിക്കോസ് ഞാൻ കുറച്ചൊരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ആണ്, കുറച്ച് കൂടുതൽ. പക്ഷെ എന്താ എനിക്ക് ഭയങ്കര എന്റെ സ്കിൻ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ പറ്റിയതാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കളർ ട്രൈ ചെയ്യാൻ കുറച്ച് മടിയാണ്, ബിക്കോസ് നമുക്ക് ചേരുമെന്ന് അറിയത്തില്ല. ബട്ട് ലിപ്സ്റ്റിക്സ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ലതായിരിക്കും. നമ്മുടെ ഫേസിന് നമുക്ക് ഒരു മാറ്റം തോന്നും. ലിപ്സ്റ്റിക്സ് എൻ്റെ ഒരു വീക്ക്നെസ് കൂടിയാണ്. ഇതിന്റെ പാക്കേജിങ് സൂപ്പർ. അത് നമുക്ക് നല്ലൊരു ലൈക്ക് കുറച്ച് ലക്ഷറി കോസ്മെറ്റിക്സ് ഒക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. നമ്മുടെ ഷാർലറ്റ് ടിൽബറി, ഡയർ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ പോലെ തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷാർലറ്റ് ടിൽബറിയെക്കാളും ആ ഒരു ക്വാളിറ്റി, ഇതിന്റെ പാക്കേജിങ്ങിന് നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെടുക്കാൻ നല്ലൊരു അടിപൊളി എന്താ പറയുക, കാണാൻ നല്ല റിച്ച് ലുക്കുള്ള ഒരു പാക്കേജിങ് ആണ്. പാക്കേജിങ് സൂപ്പറാണ് കേട്ടോ ഇവരുടേത്. ഓക്കെ, എനിക്കെപ്പോഴും ഷാർലറ്റ് ടിൽബറിയുടെ പാക്കേജിങ് അടിപൊളിയായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ ലിപ്സ്റ്റിക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രൈ ചെയ്ത കളർ ഇതാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. സെലസ്റ്റിയൽ ന്യൂറാണ്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു പീകോക്ക് ആ ഒരു തീം ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ട്രൈപ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ദിസ്. ഞാൻ ഇന്നലെ ഇത് നൈക്കിയിൽ ട്രൈ ചെയ്ത് നോക്കിയില്ല, ജസ്റ്റ് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ലിപ്സിൽ ഇട്ട് നോക്കിയില്ല. നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്റെ നല്ല പിഗ്മെന്റഡ് ലിപ്സ് ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിതിന്റെ ഫീല് കിട്ടിയത് ഷാർലറ്റ് ടിൽബറിയുടെ എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക് ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. അത് ഇടുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ ആണ്. അത് നമുക്ക് ഇടുമ്പോൾ നല്ലൊരു ക്രീമി ലുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലിപ്പ് ലൈൻ ചെയ്യണം. ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇടാം. ക്രീമി ടെക്സ്ചർ ആണ്, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നില്ല. ചില ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിപ്സ്റ്റിക്സ് എപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ യൂസ് ചെയ്യുക. ഞാൻ പണ്ട് ചെറുതിലെ ഒരു
എൻ്റെ ഒരു കസിൻ തന്നൊരു ലിപ്സ്റ്റിക്ക് കുറേ നാൾ അത് എൻ്റെ കയ്യിൽ വെച്ച് വർഷങ്ങളോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എൻ്റെ ലിപ്സ് ഇത്രയും പിഗ്മെന്റഡ് ആയത്. അപ്പം നമ്മൾ ഒരിക്കലും ലിപ്സ്റ്റിക്സിൽ കോംപ്രമൈസ് ചെയ്യരുത്. പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയും ഭയങ്കര മോശമായിരിക്കും. അത് എപ്പോഴും എല്ലാ പ്രോഡക്ട്സും അങ്ങനെയാണ്. അപ്പം മാക്സിമം ലിപ്സ്റ്റിക്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ യൂസ് ചെയ്യുക. ഞാനൊന്ന് ലിപ് ലൈൻ ചെയ്ത് നോക്കട്ടെ. ഫൈനലി ഞാനൊരു ന്യൂ കളർ ട്രൈ ചെയ്തിരിക്കുകയാണ്. സൂപ്പറാണ്, ഈ കളർ കൊള്ളാം. ഇതിന്റെ വേറെ ഷെയ്ഡ്സ് എനിക്ക് എന്തായാലും എൻ്റെ ഒരു ബ്രിക്കിലോട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഈ ഒരു എന്താ പറയാ ലൈക്ക് മെറൂൺ ബ്ലാക്ക് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ് എനിക്ക് ഇതിട്ടിട്ട് തോന്നുന്നത്. ക്വൈറ്റ് പ്രിട്ടി, അടിപൊളിയാണ്, ടെക്സ്ചർ കൊള്ളാം. ഇന്ന് ഈവനിങ് വരെ ഇട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അതിന്റെ റിവ്യൂടി ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ. സോ ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ആൾ. താങ്ക്സ് ഫോർ വാച്ചിങ് സജസ്.